ഇന്നത്തെ വീഡിയോ ഫെഡറൽ ബാങ്കിനെ പറ്റിയാണ്. ഫെഡറൽ ബാങ്കിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തേത്. ഈ ഒരു ചാനലിലെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവർക്ക് ഈ ഒരു വീഡിയോയിലെ ചില ഭാഗങ്ങളൊക്കെ റിപ്പീറ്റ് ആയിട്ട് തോന്നിയേക്കാം, അവർ ക്ഷമിക്കുക. പിന്നെ NRIസിന് വേണ്ടി വീഡിയോസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പരാതി സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ NRIസിന് വേണ്ടി ഉള്ള പ്രൊഡക്റ്റുകൾ കൂടി നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ അക്കൗണ്ടുകളെ പറ്റിയൊക്കെ പറയുമ്പോൾ അതിൽ NRI അക്കൗണ്ടുകൾ വരുന്നുണ്ടെങ്കിൽ അത് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുകൂടാതെ NRIസിന് വേണ്ടി സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് വീഡിയോസും ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫെഡറൽ ബാങ്കിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഫെഡറൽ ബാങ്കിൻ്റെ റിയൽ ലൈഫ് റിവ്യൂ, ഫെഡറൽ ബാങ്ക് ഓഫർ ചെയ്യുന്ന അക്കൗണ്ടുകൾ, പിന്നെ ഫെഡറൽ ബാങ്കിൻ്റെ പ്രയോറിറ്റി ബാങ്കിങ് സർവീസുകൾ, ഫെഡറൽ ബാങ്കിൻ്റെ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ, പിന്നെ ഫെഡറൽ ബാങ്കിലെ വിവിധ ഡെപ്പോസിറ്റ് സ്കീമുകളുടെയും അതുപോലെ തന്നെ ലോണുകളുടെയും പലിശ നിരക്കുകൾ, പിന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ഓഫേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായും കാണുക. ഇഷ്ടമായാൽ മറക്കാതെ ഒരു ലൈക്ക് നൽകുക. ആദ്യം ഹിസ്റ്ററിയിലേക്ക് കടക്കുക. ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ 1931 ഈ ഒരു ഫെഡറൽ ബാങ്ക് സ്ഥാപിതമാകുന്നത്. അന്ന് അതിൻ്റെ പേര് ട്രാവൻകൂർ ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ് എന്നായിരുന്നു. പിന്നീട് 1949 അതിൻ്റെ പേര് മാറ്റി നമ്മൾ ഇന്ന് കാണുന്ന അത് ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ് എന്ന് ആക്കുന്നത്. ഇന്നിപ്പോൾ നിലവിൽ 1250 ബ്രാഞ്ചുകളും അതുപോലെ തന്നെ 1800 ATMകളും ഫെഡറൽ ബാങ്കിനുണ്ട്. ഫെഡറൽ ബാങ്കിന് ഏകദേശം 10 മില്യണിലധികം കസ്റ്റമർ ബേസ് ആണുള്ളത്. ഇതിൽ ഏകദേശം 1.5 മില്യണിലധികം NRI കസ്റ്റമേഴ്സാണ്. ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ പണത്തിൻ്റെ 15% കൈകാര്യം ചെയ്യുന്നത് ഫെഡറൽ ബാങ്ക് ആണ്. പിന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ NRI ഡെപ്പോസിറ്റ് ഉള്ള ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്കിൻ്റെ ഓഹരി വില നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ 97 രൂപ 70 പൈസയാണ്. നമ്മുടെ കൊച്ചിയിലെ ആലുവയാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഫെഡറൽ ബാങ്ക് ഷെയർസിൻ്റെ 3.63% ഹോൾഡ് ചെയ്യുന്നത് നമ്മുടെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലിയാണ്. പിന്നെ നമ്മുടെ രാകേഷ് ജിൻജുവാലയും ഫെഡറൽ ബാങ്ക് ഷെയർസിൻ്റെ ഏകദേശം ഒരു 3.6% ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇനി റിയൽ ലൈഫ് റിവ്യൂ നോക്കാം. നമ്മൾ ഫെഡറൽ ബാങ്കിൻ്റെ ഏത് അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ട് വഴി നടത്തുന്ന ട്രാൻസാക്ഷനുകൾ എന്നിവയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് ലഭിക്കുന്ന ഒരു സർവീസ് എന്ന് പറയുന്നത്. പ്രധാനമായും നമ്മൾ നോക്കുന്നത് സർവീസ് ചാർജ് ആണല്ലോ. സോ നമ്മൾ ഫെഡറൽ ബാങ്കിലെ ഒരു പ്രീമിയം കാറ്റഗറി അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള സർവീസ് ചാർജുകളും വേവ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇനി റെഗുലർ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ കൂടി നമ്മുടെ അക്കൗണ്ട് വഴി നല്ല ട്രാൻസാക്ഷനുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മന്ത്ലി ആവറേജ് ബാലൻസ് എപ്പോഴും അതിൽ കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള സർവീസ് ചാർജുകളും വേവ് ചെയ്ത് കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു നോർമൽ യൂസർ ആണെങ്കിൽ പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്നും പലതരത്തിലുള്ള ചാർജുകൾ എടുക്കും. നമ്മളെടുക്കുന്ന അക്കൗണ്ടിൻ്റെ റെസ്ട്രിക്ഷൻസ് മനസ്സിലാക്കാതെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് പലതരത്തിലുള്ള സർവീസ് ചാർജുകളും നൽകേണ്ടി വരുന്നത്. ആദ്യം കോമൺ ആയിട്ട് എടുക്കുന്ന സർവീസ് ചാർജുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞൊരു ചാർജ് എടുക്കും. അതുപോലെ തന്നെ അലർട്ട് ചാർജ്, SMS അലർട്ട് ചാർജ് പോലുള്ള ചാർജുകൾ എടുക്കാറുണ്ട്. പിന്നെ ATM ട്രാൻസാക്ഷനുകൾക്ക് ഒരു പരിധിയുണ്ട്. മാസത്തിൽ ഇത്ര തവണ മാത്രമേ അതർ ബാങ്കിൻ്റെ ATM വഴി നമുക്ക് ഇടപാട് നടത്താൻ സാധിക്കൂ എന്നുള്ള റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട് നോർമൽ അക്കൗണ്ടിൽ. അതർ ബാങ്കിൻ്റെ ATM ആണെങ്കിൽ മെട്രോ സീരീസിൽ 3ഉം നോൺ മെട്രോ സീരീസിൽ 5ഉമാണ് നോർമലി വരുന്ന നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ട്രാൻസാക്ഷൻ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ സർവീസ് ചാർജ് നൽകേണ്ടതായിട്ട് വരും. പിന്നെ ബ്രാഞ്ച് വഴിയുള്ള ഇടപാടുകൾക്ക് ഒരു മന്ത്ലി റെസ്ട്രിക്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ക്വാർട്ടർലി നമ്മളുടെ അക്കൗണ്ട് വഴി ടോട്ടൽ നടത്തുവാൻ സാധിക്കുന്ന ട്രാൻസാക്ഷനുകളുടെ എണ്ണത്തിലൊരു ലിമിറ്റുണ്ട്. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നും അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് എടുക്കും. പിന്നെ നോർമലി എല്ലാവരുടെ കയ്യിൽ നിന്നും നമ്മൾ ഉപയോഗിക്കുന്ന ഡെബിറ്റ് കാർഡിൻ്റെ ടൈപ്പ് അനുസരിച്ച് ആനുവൽ മെയിൻ്റനൻസ് ചാർജ് എടുക്കാറുണ്ട്. ഇത്തരം ചാർജുകളൊക്കെയാണ് കോമൺ ആയിട്ട് എടുക്കുന്ന സർവീസ് ചാർജുകൾ. ഈ ഒരു അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ്, അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കിലെ വിവിധ അക്കൗണ്ട് ടൈപ്പുകളിൽ ഈടാക്കുന്ന സർവീസ് ചാർജുകൾ എന്നിവയെപ്പറ്റി ഇതിനു മുമ്പ് 2 വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ ലിങ്ക് ഈ ഒരു വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കിലെ വിവിധ തരം സർവീസ് ചാർജുകളെ പറ്റി ഒരു ഐഡിയ ലഭിക്കുന്നതാണ്. ഇനി ഫെഡറൽ ബാങ്കിലെ കസ്റ്റമർ കെയർ സപ്പോർട്ട് സേവനം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 24/7 ഒരു ഫോൺ ബാങ്കിങ് കസ്റ്റമർ കെയർ സേവനം ലഭ്യമാണ്. ടോൾ ഫ്രീ നമ്പറാണ്. വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കണക്റ്റ് ആകും. മറ്റു ചില ബാങ്കുകൾ നോക്കിക്കഴിഞ്ഞാൽ കണക്റ്റ് ആവില്ല. കസ്റ്റമർ കെയറുമായി സംസാരിക്കണമെങ്കിൽ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ പലപ്പോഴും മലയാളം കസ്റ്റമർ കെയർ സപ്പോർട്ട് കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. നമുക്ക് മലയാളത്തിലുള്ള കസ്റ്റമർ കെയർ സർവീസ് ലഭ്യമാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ചെറിയൊരു സമയം കൊണ്ട് തന്നെ നമുക്ക് കോൾ കണക്റ്റായി കിട്ടുന്നതുമാണ്. പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു
ഈ ഒരു കസ്റ്റമർ കെയർ വഴി നമുക്ക് സോൾവ് ചെയ്യാനായി സാധിക്കും. ചില കാര്യങ്ങൾക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ബ്രാഞ്ചിൽ പോകാനായിട്ട് അവർ ആവശ്യപ്പെടും. പിന്നെ ബ്രാഞ്ച് സപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഡിപ്പെൻസ് ആണ്. നമ്മൾ അക്കൗണ്ട് എടുക്കുന്ന ആ ഒരു ബ്രാഞ്ചിലെ അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെ എണ്ണം, അവിടുത്തെ സ്റ്റാഫ്സിൻ്റെ സ്വഭാവം, അതുപോലെ തന്നെ അവരുടെ മൂഡ് എന്നിവയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് ലഭിക്കുന്ന സർവീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അക്കൗണ്ട് എടുത്തിരിക്കുന്ന ആ ഒരു ബ്രാഞ്ചിൽ ഉൾക്കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ കസ്റ്റമേഴ്സാണ് ഉള്ളതെങ്കിൽ പലപ്പോഴും ആ ഒരു ബ്രാഞ്ചിൽ എപ്പോഴും നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു സർവീസ് കിട്ടിയെന്ന് വരില്ല. സോ അത് ഡിപ്പെൻസ് ആണ്. പിന്നെ നമുക്ക് ബ്രാഞ്ചിൽ നേരിട്ട് പോകേണ്ട സാഹചര്യം കുറവായിരിക്കും പലപ്പോഴും, പ്രത്യേകിച്ച് ന്യൂ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം. ടെക്നിക്കൽ നോളജ് അവർക്കുള്ളതിനാൽ നമുക്ക് ഇവരുടെ ഫെഡറൽ ബാങ്കിൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് തന്നെ പല കാര്യങ്ങളും ചെയ്യുവാനായി സാധിക്കും. ബ്രാഞ്ചിൽ പോകേണ്ട ആവശ്യങ്ങൾ വളരെ കുറവാണ്. ഇനി അക്കൗണ്ട് ടൈപ്പ് നോക്കാം. എല്ലാവരും നോക്കുന്നത് സീറോ ബാലൻസ് അക്കൗണ്ടാണ്. ആദ്യം നമുക്ക് ഫെഡറൽ ബാങ്കിൽ ലഭ്യമായിട്ടുള്ള സീറോ ബാലൻസ് അക്കൗണ്ട് സ്കീമുകൾ നോക്കാം. ഒന്നാമത്തേത് ഫെഡറൽ ബാങ്കിൻ്റെ സെൽഫി അക്കൗണ്ടാണ്. നമുക്ക് ഇവരുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു അക്കൗണ്ടാണ് ഈ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ സെൽഫി അക്കൗണ്ട്. പക്ഷേ ഫെഡറൽ ബാങ്കിൽ സെൽഫി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ ഫുൾ KYC ചെയ്യാനായിട്ട് ബ്രാഞ്ചിൽ ചെല്ലുമ്പോൾ പലപ്പോഴും 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കാനൊക്കെ ആവശ്യപ്പെടാറുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് വീഡിയോ KYC ചെയ്യാം. വീഡിയോ KYC ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കാനായി സാധിക്കും. ആക്ച്വലി അത് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് തന്നെയാണ്. പിന്നെ ചിലർക്ക് ഇപ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഫെഡറൽ ബാങ്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഫെഡറൽ ബാങ്ക് സെൽഫി അക്കൗണ്ട് വിഡ്രോ ചെയ്തതായിട്ട് എവിടെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇപ്പോഴും ഫെഡറൽ ബാങ്ക് സെൽഫി അക്കൗണ്ട് അവൈലബിൾ ആണ് എന്നാണ് ഫെഡറൽ ബാങ്കിൻ്റെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ്. നെക്സ്റ്റ് വരുന്ന ഒരു സീറോ ബാലൻസ് അക്കൗണ്ടാണ് BSBDI അക്കൗണ്ട്. ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. പക്ഷേ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, അതായത് ഇപ്പോൾ സ്കോളർഷിപ്പ് വാങ്ങാനില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന പെൻഷൻ പോലുള്ള കാര്യങ്ങൾ വാങ്ങാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ളൊരു അക്കൗണ്ടാണിത്. അതിന് റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ഈ ഒരു അക്കൗണ്ട് വഴി നമുക്ക് മാസത്തിൽ 4 തവണ മാത്രമേ പണം പിൻവലിക്കാനായി സാധിക്കൂ. അതിപ്പോൾ ബ്രാഞ്ച് വഴിയായാലും ATM വഴിയായാലും ഇനി ചെക്ക് വഴിയായാലും മൊത്തത്തിൽ നമുക്ക് 4 തവണ മാത്രമേ പണം പിൻവലിക്കാനായി സാധിക്കൂ. പിന്നെ നമുക്ക് ക്രൗൺ ഡെബിറ്റ് കാർഡ് ലഭിക്കും. പിന്നെ നമുക്ക് 20 ചെക്ക് ലീവ്സ് ലഭിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് ആനുവലി. പിന്നെ നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് സൗകര്യമുണ്ട്, പക്ഷേ VO only മോഡായിരിക്കും നമുക്ക് ലഭിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് ആണ് വരുന്നത്. പിന്നെ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫെഡറൽ ബാങ്കിൽ വേറെ അക്കൗണ്ടൊന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ വേറെ ബാങ്കിലായാലും അവിടെ നമുക്കൊരു BSBDI അക്കൗണ്ട് ഉണ്ടാകാനും പാടില്ല. ഇതൊക്കെയാണ് നോർമലി വരുന്ന കണ്ടീഷൻസ്. അപ്പോൾ ഇതാണ് ഈ 2 അക്കൗണ്ട് സ്കീമുകളാണ് പ്രധാനമായിട്ടും ഫെഡറൽ ബാങ്കിൽ നിലവിൽ ലഭ്യമായിട്ടുള്ള സീറോ ബാലൻസ് അക്കൗണ്ടുകൾ. പിന്നെ നമുക്ക് നിയോ ബാങ്കിങ് പ്ലാറ്റ്ഫോമുകളുണ്ട്. ചില നിയോ ബാങ്കിങ് പ്ലാറ്റ്ഫോംസ് ഫെഡറൽ ബാങ്കുമായിട്ട് പാർട്ണർഷിപ്പിൽ നമുക്ക് അക്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ സീറോ ബാലൻസ് അക്കൗണ്ടാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഫൈ മണി ഉണ്ട്, ജൂപ്പിറ്റർ മണി ഉണ്ട്. ഇതിലൊക്കെ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി അക്കൗണ്ട് ഓപ്പൺ ആകുന്നത് ഫെഡറൽ ബാങ്കിൽ തന്നെയാണ്. നമ്മൾ ഇടുന്ന തുകയും അതുപോലെ തന്നെ നമ്മൾ നടന്ന ട്രാൻസാക്ഷനൊക്കെ നടക്കുന്നത് ഫെഡറൽ ബാങ്ക് വഴി തന്നെയാണ്. സോ ഇങ്ങനെ നിയോ ബാങ്കിങ് പ്ലാറ്റ്ഫോമുകൾ വഴി നമുക്ക് ഫെഡറൽ ബാങ്കിൽ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ഫൈ മണിയെ പറ്റിയും ജൂപ്പിറ്റർ മണിയെ പറ്റിയും ഇതിനു മുമ്പ് വിശദമായിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. പിന്നെ ഫെഡറൽ ബാങ്കിന് 24/7 എന്ന് പറഞ്ഞ് ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതുവഴി ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന അക്കൗണ്ട് സ്കീമുകൾ മഹിളാ മിത്ര അക്കൗണ്ട്, SB പ്ലസ് അക്കൗണ്ട്, സെലസ്റ്റ അക്കൗണ്ട്, ഇമ്പീരിയോ അക്കൗണ്ട്, പിന്നെ ഫെഡ് സാലറി പ്രീമിയം അക്കൗണ്ട്, പിന്നെ ഫെഡ് സാലറി അക്കൗണ്ട്. ഇത്രയും അക്കൗണ്ട് സ്കീമുകളാണ് നമുക്ക് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാനായി സാധിക്കുക. ഈ ഒരു അക്കൗണ്ട് സ്കീമുകളെ പറ്റി ഇതിനു മുമ്പ് വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് 24/7 ഈ ഒരു ഫെസിലിറ്റിയെ പറ്റി. അതിൻ്റെ ലിങ്ക് വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നൊരു അക്കൗണ്ട് സ്കീമാണ് ബീസ്പോക്ക് എന്ന് പറഞ്ഞ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് 2 ലക്ഷം രൂപയാണ്. നമുക്ക് ഹാഫ് ഇയർലി 20 ചെക്ക് ലീവ്സ് സൗജന്യമായിട്ട് ലഭിക്കും. പിന്നെ വിസ, സിഗ്നേച്ചർ, ഇമ്പീരിയോ ഡെബിറ്റ് കാർഡാണ് ഈ ഒരു അക്കൗണ്ട് സ്കീമിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ അലർട്ടുകളെല്ലാം തന്നെ സൗജന്യമാണ്. ഇമെയിൽ അലർട്ടായാലും SMS അലർട്ടായാലും നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കും. പിന്നെ നമുക്ക് ഡെബിറ്റ് കാർഡിൻ്റെ ഇഷ്യൂ ഫീ ഇല്ല. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ ആനുവൽ മെയിൻ്റനൻസ് ചാർജും വേവ് ചെയ്ത് കിട്ടും. പിന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്ങുമായുള്ള ട്രാൻസാക്ഷനുകൾ സൗജന്യമാണ്. പിന്നെ 3 ലക്ഷം രൂപ വരെയുള്ള ഡെപ്പോസിറ്റുകൾക്ക്, അതായത് സേവിങ്സ് ബാങ്കിൽ നമ്മൾ 3 ലക്ഷം രൂപ വരെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നോർമലി SBI അക്കൗണ്ടിൽ ലഭിക്കുന്ന പലിശയായിരിക്കും ലഭിക്കുന്നത്. സേവിങ്സ് അക്കൗണ്ടിലുള്ള 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുകയ്ക്ക് റിപ്പോ റേറ്റിനേക്കാൾ 0.40% അധിക പലിശ ലഭിക്കും. ഇതാണ് ഈ ഒരു അക്കൗണ്ട് സ്കീമിൻ്റെ അട്രാക്ഷൻ. നെക്സ്റ്റ് വരുന്നൊരു അക്കൗണ്ട് സ്കീമാണ് ഫെഡ് ഫസ്റ്റ് അക്കൗണ്ട്. ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള അക്കൗണ്ടാണ്. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന അക്കൗണ്ടാണ് ഈ ഒരു ഫെഡ് ഫസ്റ്റ് അക്കൗണ്ട്. ഇതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അക്കൗണ്ടാണ് യുവമിത്ര അക്കൗണ്ട്. ഇത് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള അക്കൗണ്ടാണ്. ആക്ച്വലി 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള സ്റ്റുഡൻസിന് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന അക്കൗണ്ടാണ് യുവമിത്ര അക്കൗണ്ട്. ഈ ഒരു യുവമിത്ര അക്കൗണ്ട് സ്കീമിനെ പറ്റിയും ഈ ഒരു ഫെഡ് ഫസ്റ്റ് അക്കൗണ്ട് സ്കീമിനെ പറ്റിയും ഇതിന് മുമ്പ് ഒരു വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ
ലിങ്ക് വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്ന ഒരു അക്കൗണ്ട് സ്കീമാണ് ഫെഡ് എക്സൈൽ അക്കൗണ്ട്. ഇത് പ്രൊഫഷണൽസിനും അതുപോലെ തന്നെ സംരംഭകർക്കും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു അക്കൗണ്ടാണ്. പ്രൊഫഷണൽ ഹോൾഡേഴ്സ് ആണെങ്കിൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം. ഇനി സംരംഭകർ ആണെങ്കിൽ JCA അല്ലെങ്കിൽ FICCI മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചേംബർ ഓഫ് കൊമേഴ്സിൽ മെമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ടപ്പ് വില്ലേജ്, IT വില്ലേജ് പോലുള്ള ഗവൺമെൻറ് അപ്രൂവ്ഡ് ഓർഗനൈസേഷൻസിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം. ഇങ്ങനെയുള്ളവർക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു അക്കൗണ്ടാണ് ഈ ഒരു ഫെഡ് എക്സൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് മിനിമം ബാലൻസ് വരുന്നില്ല. പിന്നെ നമുക്ക് ഹാഫ് ഇയറിൽ 20 ചെക്ക് ലീവ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ക്രൗൺ ഡെബിറ്റ് കാർഡാണ് ലഭിക്കുന്നത്. അലർട്ടുകളെല്ലാം തന്നെ സൗജന്യമാണ്. പിന്നെ അപ് ടു 2 ലക്ഷം രൂപ വരെയുള്ള DD നമുക്ക് സൗജന്യമാണ്. പിന്നെ നമുക്ക് RTGS NEFT ട്രാൻസാക്ഷനുകൾ സൗജന്യമാണ്. നോ ഫോളിയോ ചാർജസ്. ഇതൊക്കെയാണ് ഈ ഒരു ഫെഡ് എക്സൽ അക്കൗണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സായി വരുന്നത്. പിന്നെ ഫെഡറൽ ബാങ്കിലുള്ള മറ്റൊരു അക്കൗണ്ട് സ്കീമാണ് SB+ അക്കൗണ്ട്. ഇതിനകത്ത് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് 5000 രൂപയാണ്. പിന്നെ വനിതകൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു അക്കൗണ്ടാണ് മഹിളാ മിത്ര അക്കൗണ്ട് സ്കീം. ഈ ഒരു SB+ അക്കൗണ്ടിനെ പറ്റിയും മഹിളാ മിത്ര അക്കൗണ്ട് സ്കീമിനെ പറ്റിയും നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത ഒരു 24/7 അക്കൗണ്ട് സ്കീമുകളെ പറ്റി ചെയ്ത വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 അക്കൗണ്ട് സ്കീമുകളെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് ആ ഒരു വീഡിയോ കണ്ടാൽ മതിയാകും, റിപ്പീറ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വരുന്ന ഒരു അക്കൗണ്ട് സ്കീമാണ് ഫെഡ് പവർ പ്ലസ് അക്കൗണ്ട്. ഇതിനകത്ത് നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് 25,000 രൂപയാണ്. നമുക്ക് ഹാഫ് ഇയർലി 40 ചെക്ക് ലീവ്സ് സൗജന്യമായിട്ട് കിട്ടും. അലർട്ടുകളെല്ലാം തന്നെ സൗജന്യമാണ്. പിന്നെ നമുക്ക് ഒരു മാസം 50,000 രൂപ വരെയുള്ള ഡിമാൻഡ് ഡ്രാഫ്റ്റുകൾ സൗജന്യമാണ്. പിന്നെ നമ്മൾ ലോണൊക്കെ എടുക്കുവാൻ നേരം നമുക്ക് പ്രോസസ്സിംഗ് ചാർജിൽ 50% കൺസെഷൻ ലഭിക്കും. പിന്നെ NEFT RTGS ട്രാൻസാക്ഷനുകൾ സൗജന്യമാണ്. ഇതൊക്കെയാണ് ഈ ഒരു ഫെഡ് പവർ പ്ലസ് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ്. നെക്സ്റ്റ് വരുന്ന അക്കൗണ്ട് സ്കീമാണ് ഫെഡ് സ്മാർട്ട് അക്കൗണ്ട്. ഇതിനകത്ത് നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് 1 ലക്ഷം രൂപയാണ്. നമുക്ക് ഹാഫ് ഇയർലി 60 ചെക്ക് ലീവ്സ് സൗജന്യമായിട്ട് ലഭിക്കും. പിന്നെ ഇതിൻ്റെ കൂടുതൽ നമുക്ക് ലഭിക്കുന്നത് വിസ ഇമ്പീരിയോ ഡെബിറ്റ് കാർഡാണ്. നമുക്ക് അലർട്ടുകളെല്ലാം തന്നെ സൗജന്യമാണ്. പിന്നെ അൺലിമിറ്റഡ് DD സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ RTGS NEFT ട്രാൻസാക്ഷനുകൾ സൗജന്യമാണ്. പിന്നെ നമ്മൾ ലോണൊക്കെ എടുക്കുവാൻ നേരത്ത് നമുക്ക് പ്രോസസ്സിംഗ് ചാർജിൽ 50% കൺസെഷൻ ലഭിക്കും. പിന്നെ ഫോളിയോ ചാർജസ് ഈ ഒരു അക്കൗണ്ട് സ്കീമിൽ വരുന്നില്ല. ഇതൊക്കെയാണ് ഈ ഒരു ഫെഡ് സ്മാർട്ട് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സായി വരുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു അക്കൗണ്ട് സ്കീമാണ് ശ്രേണി സേവിങ്സ് അക്കൗണ്ട്. ഇത് ട്രസ്റ്റുകൾ, അതുപോലെ തന്നെ അസോസിയേഷനുകൾ, പിന്നെ ക്ലബ്ബുകൾ, NGOകൾ അങ്ങനെയുള്ളവർക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു അക്കൗണ്ട് സ്കീമാണ്. നമുക്ക് മൊബൈൽ ബാങ്കിങ്ങും ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും എല്ലാം തന്നെ സൗജന്യമാണ്. നമ്മൾ ആവറേജ് മന്ത്ലി ബാലൻസ് ഒന്നും തന്നെ കീപ്പ് ചെയ്യേണ്ടതായിട്ടില്ല. പിന്നെ ഫ്രീ ക്യാഷ് വിഡ്രോവൽ ഫെസിലിറ്റി ലഭിക്കുന്നുണ്ട്. പിന്നെ ചെക്ക് ബുക്ക് നമുക്ക് സൗജന്യമാണ്. പിന്നെ DD ഇഷ്യൂ സൗജന്യമാണ്. പിന്നെ നമുക്ക് ക്വാർട്ടർലി 50 ട്രാൻസാക്ഷനുകൾ മാത്രമേ സൗജന്യമായി നടത്തുവാനായി സാധിക്കൂ. NEFT സൗജന്യമാണ്. ഇതൊക്കെയാണ് ഈ ഒരു അക്കൗണ്ട് സ്കീമിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു അക്കൗണ്ട് സ്കീമാണ് ഡിലേറ്റ് അക്കൗണ്ട് സ്കീം. ഇത് ഈ ഒരു അക്കൗണ്ട് സ്കീമാണ് ഇപ്പോൾ നിലവിൽ എൻ്റെ സേവിങ്സ് അക്കൗണ്ട്. ഇതിനകത്ത് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് 3000 രൂപയാണ്. ഈ ഒരു അക്കൗണ്ട് സെമി അർബൻ അതുപോലെ തന്നെ അർബൻ ഏരിയകളിൽ ഉള്ള ബ്രാഞ്ചുകളിൽ മാത്രമേ നമുക്ക് ഈ ഒരു അക്കൗണ്ട് സ്കീമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായി സാധിക്കൂ. ഇതിനകത്ത് നമുക്ക് ഹാഫ് ഇയർലി 20 ചെക്ക് ലീവ്സ് സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട്. ക്രൗൺ ഡെബിറ്റ് കാർഡാണ് ലഭിക്കുന്നത്. പിന്നെ അലർട്ടുകൾ, അത് ഇമെയിൽ അലർട്ടുകൾ മാത്രമേ നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നുള്ളൂ. SMS അലർട്ടിന് നമ്മൾ 50 പൈസ നൽകേണ്ടതായിട്ടുണ്ട് പെർ SMS-ന്. പക്ഷേ ആദ്യം പറഞ്ഞതുപോലെ നമ്മളുടെ അക്കൗണ്ട് വഴി നല്ല രീതിയിൽ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഒരു അലർട്ട് ചാർജുകളൊന്നും തന്നെ എടുക്കാറില്ല. പേഴ്സണലി എൻ്റെ കയ്യിൽ നിന്ന് ഇതുവരെ ഈ ഒരു SMS അലർട്ടിനൊന്നും ചാർജ് എടുത്തിട്ടില്ല. നെക്സ്റ്റ് വരുന്ന ഒരു അക്കൗണ്ട് സ്കീമാണ് ക്ലബ് സേവിങ്സ് അക്കൗണ്ട്. ഇത് മെട്രോ ഏരിയയിലുള്ള ബ്രാഞ്ചുകളിൽ മാത്രമേ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായി സാധിക്കൂ. ഇതിനകത്ത് നമ്മൾ ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് 5000 രൂപയാണ്. ഫീച്ചേഴ്സൊക്കെ മുമ്പ് പറഞ്ഞ ഡിലേറ്റ് സ്കീമുമായിട്ട് സെയിം ആണ്. ഹാഫ് ഇയർലി നമുക്ക് 20 ചെക്ക് ലീവ്സ് ലഭിക്കും. ക്രൗൺ ഡെബിറ്റ് കാർഡാണ് ലഭിക്കുന്നത്. പിന്നെ ഇമെയിൽ അലർട്ട് സൗജന്യമാണ്. SMS അലർട്ടിന് പെർ SMS-ന് 50 പൈസ ഈടാക്കും. പിന്നെ വരുന്ന ഒരു അക്കൗണ്ട് ടൈപ്പാണ് പ്രൈഡ് സേവിങ്സ് അക്കൗണ്ട്. ഇത് റൂറൽ ഏരിയയിലുള്ള ബ്രാഞ്ചുകളിൽ മാത്രമേ നമുക്ക് ഈ ഒരു അക്കൗണ്ട് സ്കീമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായി സാധിക്കൂ. ഇതിൻ്റെ അകത്ത് നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് 2000 രൂപയാണ്. ഫീച്ചേഴ്സൊക്കെ മുമ്പ് പറഞ്ഞ ഈ ഒരു ക്ലബ് സേവിങ്സ് അക്കൗണ്ടിൻ്റെയും ഡിലേറ്റ് അക്കൗണ്ടിൻ്റെയുമായിട്ട് സെയിം ആണ്. 20 ചെക്ക് ലീവ്സ് നമുക്ക് ഹാഫ് ഇയർലി സൗജന്യമായിട്ട് കിട്ടും. ക്രൗൺ ഡെബിറ്റ് കാർഡാണ്. പിന്നെ ഇമെയിൽ അലർട്ട് സൗജന്യമാണ്. പിന്നെ SMS അലർട്ടിന് നമ്മൾ 50 പൈസ പെർ SMS നൽകേണ്ടതായിട്ടുണ്ട്. പിന്നെ ഫെഡറൽ ബാങ്കിലുള്ള പലിശരഹിത അക്കൗണ്ടാണ് നൂറ് അക്കൗണ്ട്. അക്കൗണ്ടിനെ പറ്റി ഇതിനു മുമ്പ് ഒരു വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. ഇതൊക്കെയാണ് ഫെഡറൽ ബാങ്കിൽ ലഭ്യമായിട്ടുള്ള സേവിങ്സ് അക്കൗണ്ട് സ്കീമുകൾ. ഇനി NRI നോക്കിക്കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കിന് ഓവർസീസ് റെപ്രസെൻറ്റേറ്റീവ് ഓഫീസസ് ഉണ്ട്. മേജർ ഗൾഫ് കൺട്രീസിൽ UAE-യിലുണ്ട്, ഖത്തറിലുണ്ട്, കുവൈറ്റിലുണ്ട്, അതുപോലെ തന്നെ ഒമാനിലുണ്ട്. അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കിൽ നമുക്ക് NRI അക്കൗണ്ട് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യവും ലഭ്യമാണ്.
ഫെഡറൽ ബാങ്കിൽ ലഭ്യമായിട്ടുള്ള NRI അക്കൗണ്ട് സ്കീമുകളെ പറ്റി, അതായത് ടൈപ്പ് ഓഫ് അക്കൗണ്ടുകളെ പറ്റി നമ്മൾ ഒരു വീഡിയോ പിന്നീട് ചെയ്യാം. കാരണം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും. പല അക്കൗണ്ട് ടൈപ്പ് ഉണ്ട്. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ഇരിക്കുകയായിരുന്നു, പക്ഷേ ഞാൻ പിന്നീട് നോക്കിയപ്പോൾ കുറച്ചധികം കവർ ചെയ്യാനായിട്ടുണ്ട്. സോ നമ്മൾ അതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ പ്രയോറിറ്റി ബാങ്കിങ് സർവീസസ് ആണ്. സെലസ്റ്റ് അക്കൗണ്ട് അതുപോലെ തന്നെ ഇമ്പീരിയ അക്കൗണ്ടിൽ നമുക്ക് പ്രയോറിറ്റി ബാങ്കിങ് സേവനങ്ങൾ ലഭിക്കും. സെലസ്റ്റ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് 10 ലക്ഷം രൂപയാണ് കീപ്പ് ചെയ്യേണ്ടത്. ഇമ്പീരിയ അക്കൗണ്ട് ആണെങ്കിൽ ഇനിഷ്യൽ ഫണ്ടിങ് 2 ലക്ഷം രൂപ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആവറേജ് മന്ത്ലി ബാലൻസ് ഏകദേശം 2 ലക്ഷം രൂപ നമ്മൾ കീപ്പ് ചെയ്യണം. പിന്നെ സാലറി അക്കൗണ്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ സാലറി ക്രെഡിറ്റ് ആകണം മാസം. ഇതൊക്കെയാണ് കണ്ടീഷൻസ് വരുന്നത്. ഈ ഒരു സെലസ്റ്റ് അക്കൗണ്ട് അതുപോലെ തന്നെ ഇമ്പീരിയ അക്കൗണ്ടിനെ പറ്റി നമ്മൾ മുമ്പ് ചെയ്ത ഒരു 24/7 അക്കൗണ്ട് സ്കീമുകളെ പറ്റി ചെയ്ത വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. ഇനി ഫെഡറൽ ബാങ്കിൻ്റെ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ നോക്കാം. ഫെഡറൽ ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിങ് സംവിധാനമാണ് ഫെഡ്നെറ്റ്. നമുക്ക് വെബ് പ്ലാറ്റ്ഫോമും ഉണ്ട്. ഫെഡ്നെറ്റ് എന്ന് പറയുന്ന മൊബൈൽ ആപ്പിലും ലഭ്യമാണ്. പിന്നെ ഫെഡ് മൊബൈൽ എന്ന് പറഞ്ഞതാണ് ഇവരുടെ മൊബൈൽ ബാങ്കിങ് പ്ലാറ്റ്ഫോം വരുന്നത്. മുമ്പ് ഫെഡ് ബുക്ക് എന്ന് പറഞ്ഞ പാസ്ബുക്ക് സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിൻവലിച്ചിട്ട് ഫെഡ് മൊബൈൽ എന്ന് പറഞ്ഞ ആപ്പിലേക്ക് തന്നെ ഇൻബിൽട്ടായി കൊണ്ടുവന്നിട്ടുണ്ട്. 2 ആപ്പ് ഉപയോഗിക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നെ ലോഡ്സ എന്ന് പറഞ്ഞൊരു UPI പ്ലാറ്റ്ഫോം ഉണ്ട് ഫെഡറൽ ബാങ്കിന്. ഇതൊക്കെയാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആയിട്ട് വരുന്നത്. ഇനി പലിശ നോക്കാം. സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ 5 കോടി രൂപയിൽ താഴെയാണ് അക്കൗണ്ടിലുള്ളതെങ്കിൽ നമുക്ക് ലഭിക്കുന്ന പലിശ നിരക്ക് 2.5%. 5 കോടി രൂപയ്ക്ക് മുകളിലുള്ള തുകക്ക് 1 ലക്ഷം രൂപ വരെ നമുക്ക് 2.5% പലിശ തന്നെ ലഭിക്കും. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുകയാണെങ്കിൽ നമുക്ക് 3.8% പലിശയും ലഭിക്കും. ഇനി റെസിഡൻറ്റ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൻ്റെ പലിശ നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ 2.5% മുതൽ 5.6% വരെയാണ് വരുന്നത്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാലാവധി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പലിശ നിരക്ക് കാണുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത ശേഷം പരിശോധിക്കാം. ഇനി NRI ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൻ്റെ പലിശ നിരക്ക് വരുന്നത് 5.15% മുതൽ 5.6% വരെയാണ്. ഈ കാണുന്നതാണ് NRI FDയുടെ നിലവിലെ പലിശ നിരക്ക്. വീഡിയോ പോസ് ചെയ്ത ശേഷം നിങ്ങൾക്കത് പരിശോധിക്കാം. ഇനി വിവിധതരം ലോണുകളുടെ പലിശ നിരക്ക് നോക്കാം. ഹോം ലോൺ നോക്കിക്കഴിഞ്ഞാൽ സാലറീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അപ് ടു 30 ലക്ഷം രൂപ വരെ 7.65%. ഇനി 30 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 75 ലക്ഷം രൂപ വരെ 7.70%. 75 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഹോം ലോൺ ആണെങ്കിൽ 7.75%മാണ് ഓഫർ ചെയ്യുന്ന പലിശ നിരക്ക്. ഇത് നമ്മളുടെ സിബിൽ സ്കോർ അതുപോലെ തന്നെ നമ്മളുടെ യോഗ്യതയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് ലഭിക്കുന്ന പലിശ നിരക്ക്. ഇനി സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ ഹോം ലോണിൻ്റെ പലിശ നിരക്ക് വരുന്നത് അപ് ടു 30 ലക്ഷം രൂപ വരെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പലിശ നിരക്ക് 7.7% ആണ്. ഇനി 30 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 75 ലക്ഷം രൂപ വരെയാണെങ്കിൽ 7.75%. ഇനി 75 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഹോം ലോൺ ആണെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ 7.8% നമുക്ക് ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ പലിശ നിരക്ക്. ഇനി കാർ ലോൺ നോക്കിക്കഴിഞ്ഞാൽ പുതിയ കാറാണെങ്കിൽ ഓഫർ ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ പലിശ നിരക്ക് വരുന്നത് 8.5%. ഇനി യൂസ്ഡ് കാറാണെങ്കിൽ 13.8%മാണ് ഫെഡറൽ ബാങ്ക് ഓഫർ ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ പലിശ നിരക്ക്. ഇനി പ്രോപ്പർട്ടി ലോണിൻ്റെ പലിശ നിരക്ക് വരുന്നത് 10.10%. ഇനി എഡ്യൂക്കേഷൻ ലോൺ ആണെങ്കിൽ 10.05% ആണ് ആനുവലി വരുന്ന പലിശ നിരക്ക്. ഇനി ഗോൾഡ് ലോണിൻ്റെ ഏറ്റവും കുറഞ്ഞ പലിശ നിരക്ക് വരുന്നത് 6.99% ആണ്. ഇതൊക്കെയാണ് ഫെഡറൽ ബാങ്കിലെ വിവിധ സ്കീമുകളുടെ ഡെപ്പോസിറ്റിൻ്റെയും അതുപോലെ തന്നെ ലോണിൻ്റെയും പലിശ നിരക്കുകൾ. ഇനി ഫെഡറൽ ബാങ്കിൻ്റെ ഓഫേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മിക്ക പ്ലാറ്റ്ഫോമിലും ഫെഡറൽ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡിന് ഓഫേഴ്സ് നമുക്ക് കാണുവാനായി സാധിക്കും. ഇപ്പോൾ നിലവിൽ ആമസോണിൽ ഓഫർ ലഭ്യമാണ്. ഫ്ലിപ്കാർട്ടിലും ഇടയ്ക്ക് വരാറുണ്ട്. പിന്നെ ഓഫ്ലൈൻ സ്റ്റോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ലുലുവിലൊക്കെ മിക്കപ്പോഴും ഓഫേഴ്സ് കാണും ഫെഡറൽ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡിന്. അതുകൂടാതെ പല ഓഫ്ലൈൻ സ്റ്റോഴ്സിലും നമുക്കിപ്പോൾ നിലവിൽ ഫെഡറൽ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡിന് ഓഫറുണ്ട്. പിന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡിൽ നമുക്ക് ഡെബിറ്റ് കാർഡ് EMI ഫെസിലിറ്റി ലഭ്യമാണ്. നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡെബിറ്റ് കാർഡ് EMI ഉപയോഗിച്ചിരിക്കുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് കൊണ്ടായിരിക്കണം. പിന്നെ നമുക്ക് ഓഫേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ പേഴ്സണൽ ലോൺ നമുക്ക് ഗൂഗിൾ പേ വഴിയൊക്കെ ലഭിക്കാറുണ്ട് ഫെഡറൽ ബാങ്കിൽ നിന്നും. അപ്പോൾ ഇതൊക്കെയാണ് ഫെഡറൽ ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഓഫേഴ്സ് ആയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് ഇതുവരെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ എടുത്ത അക്കൗണ്ടിനെ പറ്റി നമ്മൾ മനസ്സിലാക്കാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള സർവീസ് ചാർജുകൾ ഈടാക്കിയേക്കാം. സോ അങ്ങനെ പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് നൽകുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷ. പേഴ്സണൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി moneymalayalam.com വെബ്സൈറ്റ് സന്ദർശിക്കുക. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ആമസോൺ പോലുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫേഴ്സിനെ പറ്റി അറിയുവാൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്ന നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും. ലിങ്ക് ഇൻ ബിലോ.